ഹൗസിലെ വേണ്ടുന്നതിനും വേണ്ടാത്തതുമായ എല്ലാ വിഷയങ്ങളിലും രതീഷ് കുമാർ ഇടപെടുന്നുണ്ട്. വന്നപ്പോൾ മുതൽ രതീഷ് കുമാർ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നതും തർക്കിക്കുന്നതും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണിയുമായാണ്. ആദ്യത്തെ ദിവസം തന്നെ അടുക്കളയിൽ നിന്ന് സിഗരറ്റ് ജാൻമണി കത്തിച്ചുവെന്നതിൻ്റെ പേരിൽ രതീഷ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവസാനം ആട്ടും തല്ലും വഴക്കുമായാണ് അത് അവസാനിച്ചത്. അതുപോലെ രണ്ടാം ദിവസവും ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായി. ജാൻമണി രതീഷിനെ കെട്ടിപ്പിടിച്ചത് രതീഷിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് രതീഷ് പ്രതികരിച്ചു. പക്ഷേ അതൊരു ആവശ്യമില്ലാത്തൊരു കണ്ടൻ്റായിപ്പോയി. വളരെ മോശപ്പെട്ട രീതിയിൽ നാളെ അവർ എന്നെ ഉമ്മ വെച്ചാലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ചളകുളമാക്കി രതീഷ് അത് അലമ്പാക്കിയിരുന്നു. അന്ന് എല്ലാവരും ജാൻമണിക്കൊപ്പമായിരുന്നു. രതീഷ് ചെയ്തത് വളരെ മോശമായ കാര്യമായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ജാൻമണിക്കാണ് സപ്പോർട്ട് ചെയ്തതും. ഇപ്പോൾ പുറത്തുവിട്ട പുതിയ പ്രൊമോയിൽ രതീഷും ജാൻമണിയുമായി വീണ്ടും വഴക്കുണ്ടാകുന്നു. അതിൽ രതീഷിൻ്റെ ഭാഗത്തല്ല ജാൻമണിയുടെ ഭാഗത്ത് തെറ്റാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. ജാൻമണിയും രതീഷും തമ്മിൽ എന്താണ് അവിടെ പ്രശ്നമുണ്ടായതെന്നോ രതീഷ് എന്ത് പറഞ്ഞാണ് ജാൻമണിയെ പ്രകോപിപ്പിച്ചെന്നോ ഇല്ലെങ്കിൽ തിരിച്ച് ജാൻമണി രതീഷിനെ പ്രകോപിപ്പിക്കാൻ നോക്കിയതാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. പ്രൊമോ കണ്ട വീഡിയോയിൽ കമൻറ്റുകളായി ധാരാളം വരുന്നത് ഇപ്പോൾ ജാൻമണി കാണിച്ചത് തെറ്റാണ് എന്നുള്ളതാണ്. രതീഷ് അപ്പോൾ കാണിച്ചത് തെറ്റാണെങ്കിൽ ജാൻമണി ഇപ്പോൾ ചെയ്തതും തെറ്റാണ് എന്നുള്ള രീതിയിലാണ് കമൻറ്റുകൾ ഏറെ വരുന്നത്.